പാലപ്പൂത്തമ്മ വല്ല മതി. ബ്രിട്ടീഷ് നമ്മുടെ ഓഫീസറിന്റെ ഭാര്യ അലക്കിക്കൊണ്ടിരിക്കണ അലക്കായിരിക്കും. ഹായ് ബഡീസ്. അപ്പം നമ്മളിന്ന് ചന്ദ്രൂരാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബോണക്കാട് ബംഗ്ലാവ്, തിരുവനന്തപുരത്തുള്ള ബോണക്കാട് ബംഗ്ലാവിലേക്ക് പോകുന്നതാണ്. ബോണക്കാട് ബംഗ്ലാവിലേക്ക് സ്വാഗതം. ഇതിലും വരാം. അപ്പോൾ ബഡീസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയാണ് അല്ലേ, ഭയങ്കര സീം വഴിയാണ്. നമ്മൾ ആ താഴ്ത്തി നിന്ന് ചായയൊക്കെ കുടിച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊക്കത്തേക്ക് എത്തി. ഇതാണ് നമ്മുടെ ബോണക്കാട് ബംഗ്ലാവ്. കമോൺ, നമുക്ക് നോക്കാം. എന്തിനൊക്കെ ഇവിടെ നിന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മളും എഴുതിയത്. ഈ മരത്തിനെ പറ്റിയാണ് ന്യൂസിൽ പറഞ്ഞത്. അതെ, ഇത് ഞാൻ പറയട്ടെ. ഈ മരത്തിനെ കുറിച്ച് ന്യൂസിലല്ല, ഈ മരമാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇത്രയും പൊക്കമുള്ളൊരു മരം. ഇതിൻ്റെ ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഭരണാധികാരി, ഒരു ബൂർഷ്വാസി ഇവിടെ വന്നിട്ട് ഇത് പണിത് വെച്ചാണ്. പുള്ളിയുടെ 13 വയസ്സുള്ളൊരു കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചരിത്രമാണ്. ആ കൊച്ചിൻ്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നൊക്കെ ആൾക്കാരല്ല, കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി വരാൻ ഉദ്ദേശിച്ചാണ്. പക്ഷേ സാധനം ഇന്നലെ ഏതൊരു ആത്മാവിനെ കത്തിച്ച ആരാണ് ഇവിടെ കിടക്കുന്നത്? ഞാനിപ്പോ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് രാത്രി വരാൻ ഉദ്ദേശിച്ചു, പക്ഷെ കയറ്റി വിട്ടില്ല അടിയിലുള്ളവൻ. അത് മാത്രല്ല, അകത്തേക്ക് പേടിക്കാനായിട്ട് പ്രേതങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അവര് പ്രേത ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുകയാണ് മൊത്തം. അകത്തേക്ക് അങ്ങനെയെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാർ പേടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് ആ പ്രേത ചിത്രങ്ങളുടെ ഒരു തീവ്ര ഭാവം ഒന്ന് കണ്ട് നമുക്കൊന്ന് പേടിച്ചു നോക്കാം. അത്യാവശ്യം 10,000-1500 സ്ക്വയർ ഫീറ്റുള്ളൊരു മൊത്തം മറ്റേ പശുവിനെ കെട്ടാനുള്ള വെളുത്ത് പോലെ ആക്കി വെച്ചേക്കും. പണ്ട് തീകായാണ് നമ്മുടെ പരിപാടികളുണ്ട്. പിന്നെന്താണ്, ഇത് ഭയങ്കര ട്രക്കിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര വഴി തെറ്റിയൊക്കെ പോകുമ്പോൾ ഒരു ബോർഡ് പോലും വെച്ചിട്ടുണ്ട് അല്ലേ, റെസ്പോൺസിബിൾ. അപ്പൊ ഇതില് വരുമ്പോ നോക്കിയൊക്കെ വരണം അല്ലെ. ഭയങ്കര ട്രക്കിംഗ്, നടന്ന് കയറാനുണ്ട്. നടന്നാലും കേറാൻ വണ്ടിയൊക്കെ വന്നെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ജീപ്പിനൊക്കെ പറ്റുള്ളൂ, വേറെ വണ്ടികളൊന്നും നന്നായിരിക്കും. മറ്റുള്ള വണ്ടികളൊക്കെ നടന്നു കയറാനൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ മൂടാണ്, നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട്. ഒരു ഹൈ റേഞ്ച് കയറുന്ന ഫീൽ എല്ലാം കിട്ടും. ഭയങ്കര ഫീലുണ്ട് വന്നിട്ട്. അപ്പൊ എല്ലാരും വന്ന് കാണേണ്ട ഒരു സ്ഥലം അല്ലേ, പറ്റിയ മൂടാണ്. രാത്രിയൊക്കെ പറഞ്ഞാൽ അടിപൊളി. പക്ഷെ കയറ്റി വിടുമല്ലോ അതിന്റെ. പക്ഷെ വഴിയൊന്നും അറിയാൻ പറ്റത്തില്ല രാത്രി ഒട്ടും. അതെ, വഴി തെറ്റി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അവിടെ വരുമ്പോൾ ചായക്കട മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. പക്ഷെ നല്ല പൊളി സ്ഥലം. ഇതോ 3500 സ്ക്വയർ ഫീറ്റ് ബംഗ്ലാവ്. മലയാളികളുടെ ലിജോതില്ലേ ഇത് വെച്ചു. നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചില്ലെങ്കിൽ പുറത്തൊക്കെ നല്ല രസം. ദേ മറ്റേ ചെടിയൊക്കെ നിൽക്കണം നോക്കി. അറിയിച്ചത് പേരെന്താ? ഇത് കടലാസു, ബോഗൺവില്ല. ഇനി ഞാനൊരു സാധനം കാണിച്ചു. ഇതാണ് ഇവിടുത്തെ അലക്കല്. നമ്മുടെ നമ്മുടെ ഓഫീസറിന്റെ ഭാര്യ അലക്കിക്കൊണ്ടിരിക്കണ അലക്കലായിരിക്കും. പിന്നെ പരമ്പരാഗതമായിട്ട് ഇതേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ടീംസ്. എന്ത് പരിപാടിയാണ് വീട് മൊത്തം അലമ്പാക്കിയിട്ടൊക്കെയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. KSRTC ബസ് ഉണ്ട് ഇവിടെ. KSRTC ബസ് അടിയിൽ വന്ന് ഇറങ്ങും. കുറേ പാവപ്പെട്ട പിള്ളേർ നടന്ന് കയറി വന്നിട്ടുണ്ട്. എന്ത് കയറ്റുമല്ലേ, നടന്നു വന്നതൊക്കെ കാണാനുണ്ട്. പക്ഷേ വീട് ഒന്ന് നന്നാക്കിയിരുന്ന കൊള്ളാറുണ്ട്. ഇതാണ് ഇതിൻ്റെ
GB5 എന്നാണ് ഇതിൻ്റെ പേര്. ഡേറ്റ് ബിൽട്ട് 1951, 1951. 1954 കുമാരൊക്കെ ഓടിച്ചു വിട്ടല്ലേ, പിന്നെ എങ്ങനെ വേണ്ടത് കുമാരി? കുട്ടിച്ചാത്തൻ പൊളിയാണ്, ഒന്നും പറയില്ല. കുറെ ചാണകം കൊണ്ട് നോക്കത്തുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, ഇതൊക്കെ സാഹിത്യം കാണാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കണോണ്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ബോണക്കാട് ബംഗ്ലാവ് അല്ലേ. രാത്രി വന്നിരുന്നെങ്കിൽ നമുക്ക് രാത്രി വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ രാത്രി 2 മണി കഴിഞ്ഞാൽ എത്ര മണി വരെ ഉണ്ട്? ഏതാണ്? 2 മണി വരെ കയറ്റി വിടുള്ളൂ. ഉച്ചക്ക് 2 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കയറ്റി വിടൂല. അടിയിലിരിക്കണ ഒരു അസിസ്റ്റന്റ് ബോയ് കയറ്റി വിടൂല. പിടിച്ചു നിർത്തി. അവന് ഫോറസ്റ്റ് സർക്കിളിനേക്കാളും പവർ. അതെ. അപ്പൊ 2 മണിക്കുള്ളിൽ വരാൻ നോക്കുക. അതിന് മുമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാവും. ഉച്ചക്ക് 2 മണിക്ക് മുമ്പ്. പിന്നെ രാവിലെ 7 മണിക്കാണ് ആ ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. അങ്ങനെ നല്ലൊരു മൂടുണ്ട് ഇവിടെ വന്നിട്ട്. പക്ഷെ നമ്മള് അവിടെ വഴി വരുന്നവർക്ക് കടയിലും ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെ ഒന്നുമില്ലെന്ന് അവര് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ ഇറങ്ങി വന്നിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്തോടെ ഒരു മൂഡ് എടുക്കുക, അത്രയുള്ളല്ലേ. ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ പിന്നെ ആ കഥ, ബ്രിട്ടീഷ് ആ പുള്ളിക്കാരന്റെ മകളുടെ ആ ഒരു കഥ ഉള്ളതുകൊണ്ടൊരു സെറ്റപ്പ്. അല്ലാണ്ട് ഇരുന്നെല്ലാം ഒക്കെ നമ്മുടെ അവിടെ ഉണ്ട്. പക്ഷെ അല്ലേ, എല്ലായിടത്തും ഉണ്ടാവും. അതെന്തായാലും താല്പര്യമുള്ളവർ വരിക.